ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നന്നായി മോനെ. ഇത് ഏതാണ്ട് ഒരു 3-3.5 പവനെങ്കിലും വരും. അതാണ് നെയ്ക്ക്. പണിയെടുക്കുമ്പോ കൂലി അടങ്ങുന്ന പണിയെടുക്കണം. ഓഹോ, മോനെ കക്കാൻ അയച്ചിട്ട് കാത്തിരിക്കായിരുന്നല്ലേ? നല്ല അച്ഛൻ. അത് പിന്നെ വനജേ, ഏതൊരു തന്തയും ആഗ്രഹിക്കുന്നത് സ്വന്തം മകൻ തന്റെ തൊഴിലിൽ കേമനാകണം. അങ്ങനെ ഇപ്പൊ നമ്മുടെ മോൻ തൊഴിലിൽ കേമനാവണ്ട. എടാ ചെറുക്ക, പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ തൊഴിലിലേക്ക് ഇറങ്ങല്ലേന്ന്. ഇന്നിത് ചെയ്തു തിരിക്കട്ടെ, മേലിൽ ആവർത്തിക്കരുത്, കേട്ടല്ലോ? അച്ഛനെ ഒന്നും നോക്കണ്ട, ഈ കാര്യത്തില് ഞാൻ പറയുന്നതാ തീരുമാനം. നിനക്ക് പോയി വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? കൂലിപ്പണി എടുത്താലേ എനിക്ക് മനസമാധാനം ഉണ്ടാവും. ഇത് പക്ഷെ അപ്പനെ ഒന്നും വിളിക്കണ്ട. മോനെ, ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട തൊഴിലൊന്നാ നീ ഈ ചെയ്തത്. നിനക്കും നിന്റെ അച്ഛനും ഒന്ന് ഭാഗ്യക്കുറി കിട്ടിയ സന്തോഷാ. പക്ഷേ ഈ മാല പോയ ആളിനോ? നിന്റെ അമ്മയുടെ കഴുത്തിന്ന് ഈ മാല പറിച്ചോണ്ട് പോയതെങ്കിലോ? ഇന്ന് ഈ വീട്ടിലെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അമ്മ എല്ലാ മൂടും പോയി. ഞാനൊന്ന് ആസ്വദിച്ചു വന്നതായിരുന്നു. അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും ചെയ്യരുത്, മനസ്സിലായോ? ദേ മനുഷ്യ, നിങ്ങൾ അവനെ കക്കാനും കൊള്ളയടിക്കാനൊക്കെ പറഞ്ഞു വിട്ടാലേ എനിക്ക് ചിലതൊക്കെ അവനോട് പറയേണ്ടി വരും. നിങ്ങള് ആറ്റിലെറിഞ്ഞ അവന്റെ പെങ്ങളെക്കുറിച്ച് അവൻ അറിഞ്ഞാലേ ഓർത്തോ. വനജേ, അതൊക്കെ മറന്നു കഴിഞ്ഞ കാര്യമാണ്. എനിക്കും ഇന്ന് അതിൽ കുറ്റബോധമുണ്ട്. ഇതൊക്കെ അവനോട് പറഞ്ഞ് ഈ വീട്ടിലെ സന്തോഷമില്ലാതാക്കരുത്. ഇന്ന് അവനില്ലെങ്കിൽ നമ്മളുണ്ടോ? അവനല്ലാതെ നമുക്ക് വേറെ ആരുമില്ലല്ലോ. അവൻ എന്നെ വെറുക്കുന്നൊരു ദിവസം ഉണ്ടായാൽ അന്ന് ഞാൻ മരിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അവനതറിഞ്ഞ വെറുക്കുന്നത് നിങ്ങളെ മാത്രമായിരിക്കില്ല, എന്നെയും വെറുക്കും. അവനതറിയാൻ പാടില്ല. നിങ്ങൾ അവനെ കള്ളനാക്കാനും പാടില്ല. ഇല്ല, ഇനി ഞാൻ അവനെ മോഷ്ടിക്കാൻ അയക്കില്ല. സത്യം. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അല്ലേ മോളെ? മോളുടെ അക്ഷരഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന് വന്ന ഓർഡറാ ഇന്ന് കൂടുതലും. നാളെ മറ്റന്നാളും ഉണ്ടാക്കാന്നോ? ആയിക്കോട്ടെ, ഇനി എല്ലാ ദിവസവും അക്ഷരഹാരം ഉണ്ടാക്കാം.
ഉടനെ കൊടുക്കാനായില്ലെങ്കിൽ പിന്നെ കൊടുക്കാന്നും പറഞ്ഞ് ഓർഡർ എടുക്കാമല്ലോ. ഇതെന്തിനാ 1000? എന്റെ കൂലിയോ 1000? എനിക്കത്ര കൂലിയൊന്നുമില്ലല്ലോ. ലാഭവിഹിതോ? അതൊന്നും എനിക്ക് വേണ്ട മോളെ. എനിക്ക് നിത്യവൃത്തിക്ക് നീ തരുന്ന 500 രൂപ തന്നെ ധാരാളം. പൂവൊന്നും മിച്ചം വരാതെ വിറ്റുപോയതിന്റെ സന്തോഷമാണെന്നോ? വിറ്റുപോകാൻ കാരണം നിന്റെ മിടുക്ക. സുരേന്ദ്ര, ഇന്ന് എനിക്ക് ഇരട്ടി ശമ്പള. ദേവൂട്ടി മനസ്സറിഞ്ഞു തരുന്നല്ലേ കുമാരേട്ടാ. പിന്നെ ഏതെങ്കിലും ഭണ്ഡാരപ്പെട്ടി കൊണ്ടിടാതെ കുറച്ചൊക്കെ കരുതി വെക്കണം. പെട്ടെന്നൊരാവശ്യം വന്നാ ചിലപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടുന്നില്ല സുരേന്ദ്ര. മൂകാംബി അമ്മ ചൈതന്യം ചൊരിഞ്ഞ് വാണരുളുന്ന കാലത്തോളം കുമാരേട്ടനൊന്നും സംഭവിക്കില്ല. സംഭവിക്കുന്നത് ദേവി അങ്ങോട്ട് മടക്കി വിളിക്കുന്നതാണ്. എന്താ കുമാരേട്ടാ ഇത്? അതിൻ്റെതായ സമയത്ത് അമ്മ അത് ചെയ്യും. അല്ലാതെ ഇവിടെ ഇട്ട് നരകിപ്പിക്കില്ല. ശരി മോളെ. എത്ര നാളായിട്ട് നടത്തുന്ന വഴിപാടാ. സ്വന്തം കൂടപ്പിറപ്പിനെ തിരിച്ചു കിട്ടാനുള്ള വഴിപാട്. കൈയൊഴിഞ്ഞുപോയ സ്വന്തം അച്ഛനെയും അമ്മയെയും ഒരിക്കൽ കൂടി കാണാനുള്ള വഴിപാട്. കുമാരട്ട, ദേവിക്ക് പുഷ്പാർപ്പണം ഒരു വഴി, സൗവർണികയിലെ ദീപാർപ്പണം മറ്റൊരു വഴി. അതിപ്പോ ഒരു നിത്യകർമ്മമായിരിക്കുന്നു അവൾക്ക്. ഇത്രയും ആത്മാർത്ഥമായി അമ്മയെ ഉപാസിക്കുമ്പോ അമ്മ അത് കേൾക്കാതിരിക്കോ കുമാരട്ട? എന്നും ദേവി ഇത് കാണുന്നുണ്ടാവും. മോളുടെ പ്രാർത്ഥന കേൾക്കുന്നും ഉണ്ടാവും. ദേവൂട്ടിയുടെ കാര്യത്തിൽ കരുണ കാണിക്കാത്തതാവില്ല സുരേന്ദ്ര. ദേവിയുടെ കണക്ക് പുസ്തകം നമ്മുടെ ഈ കുഞ്ഞു മസ്തകത്തിൽ ഒതുങ്ങില്ല സുരേന്ദ്ര. ത്രിമൂർത്തികൾ പോലും വണങ്ങുന്ന അമ്മയുടെ തീർപ്പുകൾ ആർക്കറിയാം? ശിവേലിക്ക് സമയായി. ഞാനെന്നാ അമ്പലത്തിലേക്ക്. ആയിക്കോട്ടെ. ദേവൂട്ടി,